ലാൽ സാറിന്റെ എപ്പിസോഡിന്റെ സമയത്ത് സിബിന് പക്ക നെഗറ്റീവ് അടിച്ചു. അപ്പൊ സിബിൻ വിചാരിച്ചു പുറത്ത് സിബിന് ഭയങ്കര നെഗറ്റീവാണ്. പിന്നെ പുള്ളി ട്രാക്ക് മാറ്റി. റസ്മിൻ ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ പുറത്തിരിക്കുന്നതാണ് എനിക്ക് സേഫ്, ഞാൻ നിങ്ങൾ ആരുടെ അടുത്തേക്കും വരുന്നില്ല. പുള്ളി ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അവിടെ. അപ്പൊ ഞങ്ങൾ ആക്ച്വലി അതൊക്കെ വിശ്വസിച്ചുള്ളത് തന്നെയാണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ പുള്ളി പുറത്തിറങ്ങിയിട്ട് കാണിക്കുന്നത് കാണുമ്പോ പുള്ളി ഓൾറെഡി ഈ സാധനം കയ്യിൽ നിന്ന് പോയത് കൊണ്ട് അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ജാസ്മിനെതിരെ കളിക്കരുതെന്ന് ഏഷ്യാനെറ്റുകാര് സിബിനോട് പറഞ്ഞു. അത്രേ ആ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് പുള്ളിനോട് എനിക്ക് ബ്രോ, ഞങ്ങളൊക്കെ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഒരു രീതിയിലുള്ള കോണ്ടാക്ട് നമുക്ക് അവിടെ ഇല്ല. നമുക്കൊരു ക്ലൂ ഒന്നും കിട്ടാത്തൊരു സ്ഥലമാണ്. സിബിൻ ഇപ്പൊ വേറെ ആരെ കുറിച്ച്, ഇനി ജിൻഡോനെ കുറിച്ച് പറഞ്ഞാലും ഇതൊന്നും ഏഷ്യാനെറ്റുകാർ ചെയ്യുന്ന കാര്യമല്ല എന്ന് തന്നെ എനിക്ക് പറയാം. സിബിന്റെ കാര്യത്തെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പുള്ളി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഞാൻ ആ പ്ലാൻ എന്നുള്ള വാക്ക് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അത് കയറി പിടിക്കരുത് ബ്രോ. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് ബിബിയിൽ പോകാനായിട്ട്. ജാസ്മിന് ഒരു പ്ലാൻ ഉണ്ടായേക്കാം, അപ്പൊ അതനുസരിച്ച് ജാസ്മിൻ പോകാൻ ഉദ്ദേശിച്ചു, പക്ഷെ പറ്റിയില്ല. ഈവൻ എനിക്കൊരു പ്രശ്നം വന്നാലും ജിൻഡോ ബ്രോ എന്റെ അടുത്തേക്ക് വരും, ജിൻഡോ ബ്രോക്ക് ഒരു പ്രശ്നം വന്നാലും ഞാനും അങ്ങോട്ട് ചെല്ലും. മീൻസ് അതാണ് ആ വീടിന്റെ പ്രത്യേകത. ഒറ്റ ദിവസം കൊണ്ട് ഒരു ബോണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഗ്രാജുവലി നമുക്ക് ഓരോരോ ബോണ്ട്, അവിടെ ഒരു കണക്ഷൻ നമുക്ക് വരും. ഗബ്രി പറയുന്ന കേസ് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇത്ര സിറ്റുവേഷൻ ഉണ്ടായത് പുറത്തേക്ക് അറിയുന്നില്ല, ചുറ്റുള്ള നിങ്ങളും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇതേ രീതിയിലേക്ക് ഒരു പക്ഷേ സിബിൻ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് എങ്ങനെയാണ് അത് നടന്നിട്ടില്ല, സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റും. ജാസ്മിൻ ഗബ്രി വിഷയത്തില് മെയിൻലി റസ്മിൻ എന്തായിരുന്നു റോൾ? ആക്ച്വലി ഇതിന്റെ ഒരു സൗഹൃദം പുലർത്തലായിരുന്നു, കൃത്യമായിട്ട് സ്ക്രീൻ സ്പേസ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിക്കല്ലോ ബ്രോ. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സിബിൻ ബ്രോ ശരിക്കും സിബിൻ ബ്രോന്റെ കയ്യിൽ നിന്ന് പോയി. അതായത് സിബിൻ ബ്രോ ശരിക്കും നല്ല പ്ലെയർ ആയിരുന്നു. പുള്ളി വന്ന് പുള്ളിയുടേതായ പ്ലാനിങ്ങും ആൾക്കാരെയൊക്കെ പുള്ളിയിലേക്ക് അടുപ്പിക്കുന്നു. പക്ഷെ കുറച്ച് നെഗറ്റീവ് സൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു ടീമിനെ മാത്രം ടാർഗറ്റ് ചെയ്ത്, അത് ഞാൻ ആ ടീമിൽ പെട്ടതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഫീൽ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിയുടെ അത് നല്ലൊരു ഗെയിം ആയിരിക്കാം. അപ്പൊ പുള്ളി ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് ജാസ്മിനും ഗബ്രിക്കും പുറത്ത് നല്ല ഹേറ്റേഴ്സ് ആണ്, ജിൻഡോക്ക് നല്ല സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കിയ പുള്ളി അത് പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. അത് ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും പല അവസരങ്ങളിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ളവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പൊ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ പുള്ളിക്ക് ഗുണം പുറത്ത് ജാസ്മിനെതിരെ സംസാരിക്കുമ്പോൾ പുള്ളിക്ക് ഇത് ഫോളോവേഴ്സ് സപ്പോർട്ട് കൂടും എന്ന് വിചാരിക്കുന്നുണ്ടാവും. ജിൻഡോനെ കൂടെ നിർത്തി ജിൻഡോന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ജിൻഡോക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് പുള്ളിക്കും സപ്പോർട്ട് കയറി എന്നുള്ള രീതിയിൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സിബിൻ ബ്രോയിൽ നിന്നാണ് ഇത്രയും മനസ്സിലായത്. ജിൻഡോക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ട്, ജാസ്മിന് ഗബ്രി പക്ക നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അല്ല, പക്ഷെ നേരത്തെ തന്നെ റസ്മിൻ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയ്ക്ക് പുറത്ത് ഇത്ര സപ്പോർട്ട് ഉള്ളത് വന്നപ്പോഴാണ് അറിഞ്ഞത്, അതുവരെ അവിടെ ഇല്ല എന്നുള്ളത്. അല്ല, വൈറ്റ് കാർഡ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ അത് ചോദിച്ചു, പുറത്ത് വന്നപ്പോഴാണ്. അതായത് ഞാൻ വിചാരിക്കുന്ന ലെവലിലേക്കാ കൂടുതൽ. അതായത് പുറത്ത് വന്നപ്പോഴാണ് പുള്ളിയാണ് നോമിനേഷനിലൊക്കെ വരുമ്പോ 1ാം സ്ഥാനം നിൽക്കുന്നതെന്നുള്ള രീതിയിലാണ് പുറത്ത് വന്ന പറഞ്ഞത്. അല്ലാതെ ജിൻഡോ ബ്രോക്ക് സപ്പോർട്ട് ആണെന്നുള്ളത് സിബിൻ ബ്രോ വഴിയൊക്കെ നമ്മൾ ഓൾറെഡി അകത്ത് വന്നപ്പോൾ അതുകൊണ്ടല്ലേ, അതായത് ജിൻഡോ ബ്രോക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ വൈറ്റ് കാർഡ് വന്നതിന് ശേഷം ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് എല്ലാം പിന്നെ ജിൻഡോ എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കുക, ചിരിച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നത്. ഇപ്പൊ ബാക്ക് ടു സിബിൻ പറയുമ്പോൾ സിബിൻ ആ സമയത്ത് കുറച്ച് ലാൽ സാറിന്റെ എപ്പിസോഡിന്റെ സമയത്ത് സിബിന് പക്ക നെഗറ്റീവ് അടിച്ചു. അപ്പൊ സിബിൻ വിചാരിച്ചു പുറത്ത് സിബിന് ഭയങ്കര നെഗറ്റീവാണ്. പിന്നെ പുള്ളി ട്രാക്ക് മാറ്റി. പിന്നെ പുള്ളി അവിടെ കിടന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയാ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പോലും സിബിൻ ബ്രോന്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു അയ്യോ ഇനി ഒട്ടും പറ്റുന്നില്ലേ എന്നുള്ള സിറ്റുവേഷൻ. പുള്ളി പറയാൻ എനിക്ക് ആ ഹൗസിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല, റസ്മിൻ ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ പുറത്തിരിക്കുന്നതാണ് എനിക്ക് സേഫ്, ഞാൻ നിങ്ങൾ ആരുടെ അടുത്തേക്കും വരുന്നില്ല. പുള്ളി ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അവിടെ. അപ്പൊ ഞങ്ങൾ ആക്ച്വലി അതൊക്കെ വിശ്വസിച്ചു ഉള്ളത് തന്നെയാണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ പുള്ളി പുറത്തിറങ്ങിയിട്ട് കാണിക്കുന്നത് കാണുമ്പോ പുള്ളി ഓൾറെഡി ഈ സാധനം കയ്യിൽ നിന്ന് പോയത് കൊണ്ട് അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അല്ലാണ്ട് പുള്ളി ഇങ്ങനെയൊന്നും കിടന്ന് കാണിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ്
ഇപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സിബിൻ ബ്രോക്ക് ഏഷ്യാനെറ്റ് കൊടുത്തിട്ട് ഇപ്പൊ ഏഷ്യാനെറ്റിനെതിരെ എന്തൊക്കെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഞാൻ കഴിഞ്ഞ ദിവസം റീലിൽ കണ്ടതാണ്, ജാസ്മിനെതിരെ കളിക്കരുതെന്ന് ഏഷ്യാനെറ്റുകാര് സിബിനോട് പറഞ്ഞു അത്രേ. ആ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് പുള്ളിനോട് എനിക്ക് ബ്രോ ഞങ്ങളൊക്കെ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഒരു രീതിയിലുള്ള കോണ്ടാക്ട് നമുക്ക് അവിടെ ഇല്ല, നമുക്കൊരു ക്ലൂ ഒന്നും കിട്ടാത്തൊരു സ്ഥലമാണ്. അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ്. അതായത് ജാസ്മിനെയൊക്കെ പല തവണ ബിഗ് ബോസ് ഇട്ടിട്ട് അലക്കാറുണ്ട്. അതായത് പല രീതിയിൽ മൈക്ക് ധരിക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ജാസ്മിനെ ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇപ്പൊ ഇവൻ സിബിൻ ഇപ്പൊ വേറെ ആരെ കുറിച്ച് ഇനി ജിൻഡോനെ കുറിച്ച് പറഞ്ഞാലും ഇതൊന്നും ഏഷ്യാനെറ്റുകാർ ചെയ്യുന്ന കാര്യമല്ല എന്ന് തന്നെ എനിക്ക് പറയാം. സിബിന്റെ കാര്യത്തെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പുള്ളി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ശരിക്കും പുള്ളിക്ക് എന്തോ കുഴപ്പമുള്ള പോലെ എനിക്ക് തോന്നുന്നു. അവരായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ശരിക്കും മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ആൾക്ക് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, എങ്ങനെ നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റും? ഞാൻ അതിനെ പറയാൻ പറ്റും നമുക്ക് ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? കാരണം ഞാൻ അവിടെ ഇത്രയും ദിവസം നിന്ന ഒരാളാണ്. അപ്പോ ഇതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയാലോ. അപ്പൊ സിബിൻ ബ്രോ ഇങ്ങനെ ചുമ്മാ കയറി വന്ന് അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തിനാ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അവിടെ ബാക്കിയുള്ളവരെ കഷ്ടപ്പെട്ട് നിർത്തേണ്ട കാര്യമുണ്ടോ? എനിക്കതാ മനസ്സിലാവും. ഒരു റിയാലിറ്റി ഷോ നടത്തുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കയറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതിനുള്ളിൽ നിന്ന് ജാസ്മിൻ കപ്പ് പദ്ധതിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ പുറത്ത് അവിടെ തുറന്നു പറഞ്ഞ പല കാര്യങ്ങളും പുറത്തോട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ശരിക്കും അവിടെ നിങ്ങൾ സമയത്ത് എന്തെങ്കിലും സിബിൻ ഇതുപോലെ തുറന്നു കുറച്ച് നിങ്ങളുടെ അടുത്ത് പറയുകയോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ എന്താ പുറത്തിറങ്ങി മരുന്നിന്റെ കാര്യമൊക്കെ പറയുന്നില്ലേ? മരുന്ന് എന്തായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്? ശരിക്കും നമുക്ക് തന്നിട്ടുള്ള രീതിയിലേക്ക് സൈക്കാട്രിക് മെഡിസിൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് അനുവദനീയം ഐ മീൻ കഴിക്കാൻ പാടില്ല, ഹെൽത്തിനെ അത്രത്തോളം ബാധിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്ന മെഡിസിൻ എന്താണ് തരുന്നത് എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ചോദ്യം. ബ്രോ അതിന്റെ അകത്ത് ഒരാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഞങ്ങൾ അത്രയും നല്ല രീതിയിലാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. ഇവൻ ഒന്ന് കൈ ഒന്ന് കുത്തി വീണാൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവിടെ തരുന്നത്. ഒരിക്കലും ഒരു രീതിയിലും ഒരു കണ്ടസ്റ്റൻസിനെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഡോക്ടർമാർ ഒരിക്കലും ചെയ്യില്ല. ഇത് സിബിൻ ഞാൻ പറഞ്ഞില്ലേ കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇറക്കുന്ന കഥകൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പൊ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി, പുള്ളി മാസമായിരുന്നു വന്ന സമയത്ത്, പുള്ളി മാസമായിട്ട് നിന്നു. ലാൽ സാറിന്റെ എപ്പിസോഡിൽ പുള്ളിക്ക് നെഗറ്റീവ് ആണെന്ന് പുള്ളി വിചാരിച്ചു. ആക്ച്വലി എനിക്ക് തോന്നുന്നു പുള്ളിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് തോന്നിയോണ്ടായിരിക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചീത്ത പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പുള്ളി വിചാരിച്ചു പുള്ളിക്ക് പുറത്ത് പറ്റിയ നെഗറ്റീവ് ആണ്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫ്യൂച്ചർ ഉള്ളതാണ്, എനിക്ക് അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ഇനിയും വീണ്ടും നെഗറ്റീവായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, എനിക്ക് എന്റെ ജീവിതം ഞാൻ ഓൾറെഡി ഒരു ട്രോമ കഴിഞ്ഞ് വന്നതാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇറങ്ങി കഴിഞ്ഞപ്പോഴായിരിക്കാം പുള്ളിക്ക് മനസ്സിലായത് പുള്ളിക്ക് പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളത് സിബിൻ ബ്രോന്. അപ്പൊ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ കഥകൾ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതിന്. അല്ലാതെ എനിക്ക് ഒരിക്കലും ഈ ബിഗ് ബോസ് ഹൗസിലുള്ള ആൾക്കാർ സിബിനെ ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതിയിലും എനിക്ക് തോന്നുന്നില്ല. ഈവൻ അന്ന് ഗബ്രിക്കും ഇതുപോലെ എന്തോ പ്രശ്നമായിട്ട് വയ്യാണ്ടായി, അവിടെ ഡോക്ടറിനെ കണ്ടു, സൈക്കോളജിസ്റ്റിനെ കണ്ട സമയത്തൊക്കെ അവരെല്ലാം ഓക്കെ ആയിട്ടാണ് തിരിച്ചു വന്നത്. അതായത് അൻസിബ ഒരു ദിവസം ഇരുന്ന് പറയുന്നുണ്ട് എനിക്ക് അവിടെ പാനിക് അറ്റാക്ക് എന്നുള്ളത് 1-2 പ്രാവശ്യം കാണിച്ചു, പക്ഷെ എനിക്ക് അതിൽ 13 തവണോളം അവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അല്ലെ ഇത്രയും സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് പുറത്ത് കാണിച്ചിട്ടുമില്ല. അപ്പൊ ശരിക്കും ഇതറിയോ ഗബ്രിക്ക് വന്ന ഒരു പ്രാവശ്യം വന്നു എന്നുള്ളത് അറിയോ? എന്റെ മുന്നിൽ എനിക്ക് 1-2 തവണയാണ് വന്നിട്ടുള്ളൂ. ഈ 1-2 തവണ തന്നെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. അതിനകത്തുള്ള രശ്മി പോലും കണ്ടിട്ടുള്ളത് 1-2 തവണ മാത്രമേ. പക്ഷെ ഗബ്രി പറയുന്നത് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഏകദേശം 13 തവണ ഇത്രയും പറയുന്ന ഈ 13 പ്രാവശ്യമുള്ള ഈ പാനിക് അറ്റാക്ക്. പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോ കണ്ടിരിക്കുന്ന ആൾക്കാർക്കും ചിലപ്പോ മനസ്സിലാവില്ല ഒട്ടും വയ്യാന്നുള്ളത്. ചില സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അങ്ങനെ. ഗബ്രിയുടെ കാര്യത്തില് ഗബ്രി ചിലപ്പോ അവനിക്കുള്ളിൽ തോന്നണതായിരിക്കും എനിക്ക് അറ്റാക്ക് അയ്യോ പാനിക് അറ്റാക്ക് ആവുന്നു എന്നുള്ള സാധനം. ഒരാൾക്ക് ഒരാളുടെ മോശം വരുന്നത് അല്ലെങ്കിൽ ആൾക്ക് എന്നുള്ളൊരു തോന്നലല്ലോ സ്വാഭാവികമായിട്ട് ഏറ്റവും മോശം അവസ്ഥയ്ക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ആള് പറയുന്നത് ഗബ്രി പറയുന്ന കേസ് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇത്ര സിറ്റുവേഷൻ ഉണ്ടായത് പുറത്തേക്ക് അറിയുന്നില്ല, ചുറ്റുള്ള നിങ്ങളും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇതേ രീതിയിലേക്ക് ഒരു പക്ഷേ സിബിൻ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് എങ്ങനെയാണ് അത് നടന്നിട്ടില്ല സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റും. സിബിന്റെ ആകപ്പാട് സിബിൻ നിന്നേക്കുന്ന എത്ര 2 ആഴ്ച. അതിൽ ഫസ്റ്റ് വീക്ക് പൊളിയായിരുന്നു. ഫസ്റ്റ് വീക്കിന്റെ സമയത്തായിരുന്നു ഇതുപോലെ ലാൽ സാർ വന്നത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ പെർഫോമൻസ്. അതിനുശേഷം പുള്ളി പിന്നെ അധികം 3 ദിവസം 4 ദിവസം ഭയങ്കര ഡൗൺ ആണ് പുള്ളി. അപ്പൊ ആ സമയത്തൊന്നും ഇത്ര ഇമ്പാക്ട് കിട്ടുന്നില്ല. ജാസ്മിന്റെ കാര്യത്തിൽ എവിടേക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ജാസ്മിൻ എന്ന് പറഞ്ഞു. അവിടെ വന്നതനുസരിച്ച് മൂവ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്ത്
നല്ല രീതിയിലേക്കാണ് പ്ലാൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു ഹേറ്റ് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പൊ പുറത്ത് വന്നപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത്രത്തോളം കിട്ടിയിട്ടുള്ള ഒരു ബി കണ്ടസ്റ്റന്റ് വളരെ കുറവാണെന്നുള്ള രീതിയിലേക്ക് തന്നെ പറയുന്നു. ഇല്ലേ? ഇങ്ങനെ പ്ലാൻ ചെയ്താണ് അവിടെ നടപ്പിലാക്കിയെങ്കിൽ ആക്ച്വലി ജാസ്മിൻ നെഗറ്റീവ് ട്രാക്ക് പിടിക്കാൻ തന്നെയായിരുന്നു പ്ലാനിങ്. പ്ലാൻ എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഞാൻ ആ പ്ലാൻ എന്നുള്ള വാക്ക് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അത് കയറി പിടിക്കരുത് ബ്രോ. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് ബിബിയിൽ പോകാനായിട്ട്. ഞാൻ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ എല്ലാവരും പല പ്ലാനായിട്ട് വന്ന ആൾക്കാരായിരിക്കാം. അതായത് ഞാൻ ഇങ്ങനെ നിൽക്കണം, അതായത് അല്ലെങ്കിൽ അധികം ആരായിട്ട് ഇപ്പൊ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അധികം ആരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും വെക്കരുത്. കാരണം ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നോട് ആദ്യം പറഞ്ഞത് ആരെയും ട്രസ്റ്റ് ചെയ്യരുത്, നീ അവിടെ പോവാ ഒറ്റയ്ക്ക് നിൽക്കുക കളിക്കാന്നുള്ള. അപ്പൊ എന്റെ പ്ലാൻ ഓക്കെ, ആരെയും ട്രസ്റ്റ് ചെയ്യരുത്, ആരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടരുത്, ഇതാണ് പ്ലാൻ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ബാക്കിയുള്ളവരുടെ പ്ലാൻ. അല്ലാതെ നിങ്ങൾ ഇനിയിപ്പോ അതിനെ വേറെ രീതിയിൽ കാണരുത്. ജാസ്മിന് ചിലപ്പോ ഇതുപോലെ ജാസ്മിന് ഒരു പ്ലാൻ ഉണ്ടായേക്കാം, അപ്പൊ അതനുസരിച്ച് ജാസ്മിൻ പോവാൻ ഉദ്ദേശിച്ചു, പക്ഷെ പറ്റിയില്ല. മനസ്സിലായി? അല്ലെങ്കിൽ ഇനിയിപ്പോ തന്നെ ഒരു എന്താ കോംബോ പിടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പും ആയിക്കോട്ടെ, ലവ് ട്രാക്കിലേക്ക് എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും, പക്ഷെ അവർ ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിന് ഞാൻ അവര് പ്ലാൻഡ് ആണ് അല്ലെങ്കിൽ അത് അവരുടെ പ്ലാൻ ആയിട്ട് വന്നിട്ട് ഫ്രണ്ട്ഷിപ്പിലേക്ക് ആയതാണെന്നൊന്നും എനിക്ക് അറിയില്ല. അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അതിന് രണ്ടുപേരും പുറത്തു വന്നാലേ എനിക്ക് ഇരുത്തി ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അത് എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ബോണ്ട് ഉണ്ടാവുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഒരു ബോണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഗ്രാജുവലി നമുക്ക് ഓരോരോ ബോണ്ട് അവിടെ ഒരു കണക്ഷൻ നമുക്ക് വരും. അത് നിങ്ങൾ അവിടെ പോയി നിന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്നതിന് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ കാണണം. അപ്പൊ ഇതിന് മുന്നേ പ്ലാൻഡ് ആണോ അല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് ജാസ്മിൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ബ്രോ അത് ആ സമയത്ത് നിങ്ങളത് മനസ്സിലാക്കണം. നമുക്ക് ഉണ്ടാവുന്ന ഒരു മെന്റൽ പ്രഷർ ഉണ്ട് ആ ഒരു സമയത്ത്. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ ഒരു കാര്യമാണത്. പക്ഷെ അത് കഴിഞ്ഞ് മീൻസ് ഞാൻ പറഞ്ഞു അറിയാതെ സംഭവിക്കുന്നതും ഈ മനഃപൂർവ്വം സംഭവിക്കുന്ന വ്യത്യാസം പറഞ്ഞ ഒരാൾ റെസ്മിനും ശരിക്കും ഇത് മനഃപൂർവ്വം ബിഹേവ് ചെയ്യേണ്ടതും വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലേ? ലൈക്ക് എക്സാമ്പിൾ ജാസ്മിനോട് തന്നെ സംസാര വിഷയങ്ങളിൽ എന്തെങ്കിലും നേരത്തെ ജിൻഡോ പറഞ്ഞു ചില സമയത്ത് നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്നതും അതല്ലാതെ ചെയ്യുന്ന വ്യത്യാസമില്ലെന്ന്. ജാസ്മിൻ ഗബ്രിയും വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു ഫേസ് ഉണ്ടായിരുന്നില്ല ആക്ച്വലി റെസ്മിനെ? ഇല്ല, എനിക്കില്ല. ഒറ്റ നിലപാടിൽ തന്നെ നിന്നിട്ടുള്ളൂ ഞാൻ. ഇവൻ ഞാൻ എപ്പിസോഡിൽ വരെ ലാൽ സാർ ഉള്ള സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാൽ സാർ ഇവരുടെ റിലേഷൻഷിപ്പിനെ ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കുന്നു. എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ അവിടെ പറയുന്നത്. ഇവിടെ എന്ത് നടക്കുന്നു എന്ന് അപ്പുറത്തിരിക്കുന്ന ഞാൻ കാണുന്നില്ല. ഞാനുള്ള സമയത്ത് അവരെങ്ങനെയാണോ അതനുസരിച്ച്, അതായത് അവർ എന്റെ അടുത്ത് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതനുസരിച്ചാണ് എന്റെ റിപ്ലൈ വരുന്നത്, അല്ലെങ്കിൽ എന്റെ ബിഹേവിയർ തിരിച്ചു വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ നിൽക്കുമ്പോഴും ഞാൻ കാണുമ്പോഴും ഉള്ളതിൽ എനിക്ക് അവരുടെ ഒരു രീതിയിലുള്ള നെഗറ്റീവും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ അവർ ഫ്രണ്ട്സ് കൈ പിടിച്ചിരിക്കാറില്ലേ, തോളത്ത് കൈയിട്ട് എടുക്കാറില്ലേ, ഒരുമിച്ച് കിടക്കാറില്ലേ, ഫ്രണ്ട്സ് ചെയ്യാറുണ്ട് അതെല്ലാം. അപ്പൊ ഞാൻ അതിനെ നോക്കി കാണുന്ന ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ധൈര്യത്തിൽ ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ഒരു കംഫർട്ട് സോൺ അവിടെ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കംഫർട്ട് സോൺ നമുക്ക് അവിടെ വേണം, എന്നാലേ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവരുടെ രണ്ടുപേരും കംഫർട്ട് സോൺ അവർ തമ്മിലാണ്. അപ്പൊ അവർ ആ ഒരു രീതിയിൽ പോയി. അങ്ങനെയാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത്. ഏതെങ്കിലും മൊമെന്റില് ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രഷർ വിട്ടിട്ട് ജാസ്മിന്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടി വന്നിട്ടില്ല? അത് വന്നിട്ടുണ്ട്. അത് ബോധപൂർവ്വമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യണം, അങ്ങനെ സംസാരിക്കണം. ദേഷ്യപ്പെട്ടാണെങ്കിലും ഇപ്പൊ കിച്ചണിലുണ്ടായ ഇഷ്യൂ ആണെങ്കിലും അതങ്ങനെ വരണം എന്ന് വെച്ചാൽ അങ്ങനെ വന്നതായിരുന്നില്ലേ? പിന്നെ വരണം എന്ന് വെച്ച് അങ്ങനെയൊക്കെ വരാൻ എന്താ പറയണം ബ്രോ? വരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചെയ്യണം എന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളല്ല അതൊന്നും. അതാണ് ഞാൻ പറഞ്ഞേ, അത്രയും പ്രഷറിൽ നിൽക്കുകയാണ് അവിടെ. ഹൗസ് ഓണർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പ്രഷർ ഉണ്ട്. ഈ കാര്യം ഓൾറെഡി ജാസ്മിന്റെ കാര്യം എന്റെ മൈൻഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പ്രഷർ, പിന്നെ ഞങ്ങൾക്കിടയിൽ തന്നെ ഹൗസ് ഓണേഴ്സ് തമ്മിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ കിച്ചൺ ടീമും പുറത്തുപോയി കിച്ചണും നോക്കണം, ഗസ്റ്റിനെ നോക്കണം. ഇത്രയും പ്രഷറിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ജാസ്മിൻ വന്നിട്ട് നമ്മളെ ട്രിഗർ ചെയ്യാണെന്നുള്ള ഒരു തോട്ടും നമുക്കുണ്ട്. അങ്ങനെ അത് കയ്യിൽ നിന്ന് പോകുന്ന, അല്ലാണ്ട് ജാസ്മിൻ വരട്ടെ ഇട്ടൊരെണ്ണം പൊട്ടിക്കണം അതല്ല. നേരത്തെ പറഞ്ഞ പോലെ ബാക്കി കണ്ടസ്റ്റന്റ് ആണ് ഇപ്പൊ ജിൻഡു ആണെങ്കിലും ഏത് രീതിയിലേക്കാണെന്നുണ്ടെങ്കിലും
ഈ പ്രഷറിൽ അല്ലെങ്കിൽ ആ മൊമെന്റിൽ ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാവില്ലേ, അത് എങ്ങനെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൊമെന്റിൽ സംഭവിക്കുന്ന കാര്യങ്ങള് നമ്മള് ഇപ്പൊ പ്രഷറിൽ വരുന്ന കുറെ കാര്യങ്ങള് നമ്മൾ അതുപോലെ തന്നെയാണ് കാണുന്നത്. ഈവൻ ആരൊക്കെയായിരുന്നു, മറ്റേ ഋഷിയും നമ്മുടെ ജിൻഡോ ബ്രോയും തമ്മിൽ ഒരു ഗെയിമിൽ ഒരു പ്രശ്നം വന്നു. അപ്പൊ ഞാൻ പോയിട്ട് ജിൻഡോ ബ്രോന്റെ അടുത്ത് പോയിട്ട് ബ്രോ ഓക്കെ ആണോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, അത് നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, മനസ്സിലായി. അപ്പൊ നമുക്ക് ആരോട് ദേഷ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിലുള്ള കാര്യങ്ങളാണ്, അല്ലാതെ അത് വെച്ച് മനസ്സിൽ വെച്ച് അയാളോട് അങ്ങനെ ചെയ്യണം അങ്ങനെയല്ല. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ആ വീട്ടില് ഈവൻ എനിക്കൊരു പ്രശ്നം വന്നാലും ജിൻഡോ ബ്രോ എന്റെ അടുത്തേക്ക് വരും, ജിൻഡോ ബ്രോക്ക് ഒരു പ്രശ്നം വന്നാലും ഞാനും അങ്ങോട്ട് ചെല്ലും. മീൻസ് അതാണ് ആ വീടിന്റെ പ്രത്യേകത, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ എല്ലാം ഒരു സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ചില സമയത്ത് അറിയാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അവരുടെ അടുത്ത് ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ജാസ്മിൻ ഗബ്രി വിഷയത്തില് മെയിൻലി റസ്മിൻ എന്തായിരുന്നു റോൾ? ആക്ച്വലി ഇതിന്റെ ഒരു സൗഹൃദം പുലർത്തലായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്ക്രീൻ സ്പേസ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിക്കല്ലേ ബ്രോ. സ്ക്രീൻ സ്പേസ് എനിക്ക് അവര് നല്ല ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ എല്ലാ ആൾക്കാരും അവർക്കെതിരെ സംസാരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇവര് തമ്മിലുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കറിയാം ഇവരെന്താണെന്നുള്ളത്. അപ്പോൾ എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് കേട്ട് നിൽക്കാൻ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് പല സമയങ്ങളും. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അവരങ്ങനെയല്ല എന്ന് പറഞ്ഞാലും നമ്മൾ പറയുന്നത് കേൾക്കാൻ അവിടെ ആരും നിൽക്കില്ല. എല്ലാവർക്കും അവർക്ക് പറയാനുള്ളത് പറഞ്ഞു പോകും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ കൂടെ ത്രൂ ഔട്ട് അങ്ങനെ നിന്നത്. പിന്നെ ഒരു പോയിന്റിൽ എനിക്ക് ഈ ഒരു ഡൗട്ട്, അതായത് ഈ അഭിഷേക് പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഗബ്രീന്റെ കാര്യത്തിലുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനും ജാസ്മിനും ഗബ്രി ഇരുന്ന് സംസാരിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ സമയത്ത് പ്രശ്നമായി, ഞാനും ഗബ്രിയും തമ്മിൽ പ്രശ്നമായി, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും ഞാൻ അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ആരുടെ കൂടെ ഇരുന്നിട്ടുള്ള വ്യക്തിയല്ല. എനിക്ക് എന്റേതായ നിലപാടുകൾ ഉണ്ടായിരുന്നു, എനിക്ക് എന്റേതായ രീതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതനുസരിച്ച് മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ. അല്ലാതെ അറ്റൻഷൻ സീക്കിംഗ് എനിക്ക് അവിടെ ഞാൻ ചെയ്തിട്ടില്ല. ഈ കോമണർ എന്ന നിലയിലേക്ക് അവിടേക്ക് എത്തുമ്പോൾ ശരിക്കും ചലഞ്ച് ചെയ്യാൻ പെടുന്ന ഏറ്റവും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഒരു ഡിഫറൻസ് ഉണ്ടോ ശരിക്കും? ഇപ്പൊ ലാസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്നു ഒരാളുണ്ടായിരുന്നു, പക്ഷെ അതിനെ ഈ സീസണിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ദിവസം നിന്നു എന്നുള്ള ഒരു രീതിയിൽ വേണമെങ്കിൽ റെക്കോർഡ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെ? ഇത്ര ദിവസം നിന്നൊരു അല്ലേ? ആണ് പോസിറ്റീവ്. തീർച്ചയായിട്ടും നമ്മൾ പറയുമ്പോൾ രണ്ടു വശം പറയുമല്ലോ. കാരണം നിന്ന് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അവിടെ ഫേസ് ചെയ്യേണ്ട ഒരു വേറെ വേർഷൻ കൂടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിന്ന് ചലഞ്ച് ചെയ്ത് ഫേസ് ചെയ്തിട്ട് പോകുന്നിട്ടുള്ള ഒരാളാണ്. ഇതിൽ എവിടേക്കോ ശരിക്കും ആ ഡിഫറൻസ് ഉണ്ടോ? ഫീൽ ചെയ്യോ? ഇല്ല, എനിക്ക് അതിന്റെ അകത്ത് കയറിയിട്ട് ഒരു കോമണറിനെ പോലെ എന്നെ ഒരാളും ട്രീറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞാനും അതേപോലെ അല്ല നിന്നേക്കുന്നത്. അതായത് എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ, അതായത് ഇവരൊക്കെ ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും ഈക്വൽ ആയിട്ട് തന്നെ എല്ലാവരും അവരതായ കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാവരും ഓരോ പണി ചെയ്യുന്നു. അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് അതിന്റെ അകത്ത് നിന്നിട്ട് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു രീതിയിൽ അവർ ട്രീറ്റും ചെയ്തിട്ടില്ല. ആ ഡിഫറൻസ് ലാസ്റ്റ് സീസൺ കൂടി ഓൾറെഡി കണ്ടുവന്നതുകൊണ്ട് തന്നെ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ലാസ്റ്റും കണ്ടിട്ടില്ല. ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് അതില് കോമണർ എന്നുള്ള രീതിയിൽ അവരെന്നെ എടുക്ക് പറയും, അവർക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. കാരണം ഞാൻ അവരുടെ അടുത്ത് നിൽക്കുന്നതാണെങ്കിലും അങ്ങനെ തന്നെയാ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്ക് അതിന്റെ അകത്തുനിന്ന് കിട്ടിയിട്ടേ ഇല്ല. എങ്ങനെ ഈ പുറത്താവില്ല ഇതുവരെ ചലഞ്ച് ചെയ്ത് നിന്നു, അല്ലെങ്കിൽ അതനുസരിച്ച് പോകുന്ന ഇത്രയും ദിവസം നിൽക്കുന്നു, എവിടേക്കോ ഹോപ്പ് ഉണ്ട് അല്ലെ? അവിടെ കയറി കഴിഞ്ഞാൽ എന്തായാലും കപ്പ് തന്നെയായിരിക്കും മെയിൻ ഫോക്കസ്. ജസ്മിൻ അങ്ങനെ തന്നെയായിരുന്നില്ലേ? എനിക്ക് കപ്പടിക്കണം എന്നൊക്കെ വലിയ രീതിയിൽ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കപ്പടിക്കണം അങ്ങനത്തെ സാധനമൊന്നുമില്ല. എനിക്കിതൊരു വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അതായത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ എനിക്കിത് കിട്ടുമ്പോൾ അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കേറുമ്പോഴാണെങ്കിലും കപ്പടിക്കുമോ എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു. കാരണം എന്താ പറയാ, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും നമ്മളെക്കാൾ നല്ല. എനിക്ക് അത് തോന്നിയപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന റൗണ്ടിൽ ഒരുപാട് പേര് ഇങ്ങനെ അവര് വന്ന സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോഴേ ഞാൻ മനസ്സിലുറപ്പിച്ച കപ്പൊന്നും നമുക്ക് ഡിസേർവിംഗ് അല്ല, ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഇതിലുണ്ട് എന്നുള്ള രീതിയിലുള്ള തോട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ലെവല് കഴിഞ്ഞപ്പോ ആ കപ്പടിക്കാൻ ഞാനും എനിക്ക് തോന്നല് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാ പോലും എന്നെക്കാളും കപ്പടിക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ആ ഹൗസിലുണ്ട് എന്നുള്ള തോട്ട് എനിക്ക് വന്നിട്ടുണ്ട്. കാരണം അവരുടെ ലൈഫ് സ്റ്റോറിയും അവരുടെ സ്ട്രഗിൾസും കേൾക്കുമ്പോൾ ഞാൻ തന്നെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് എന്റെ സ്റ്റോറിയിൽ ബാക്കിയുള്ളവരെ ഇൻസ്പയർ ആക്കണം എന്ന് വിചാരിച്ച് ചെന്നിട്ട് ഞാൻ നോക്കുമ്പോൾ
ഈ നോറ, ജാസ്മിൻ, അതുപോലെ തന്നെ അൻസിബ, ശരണ്യ, ഇവരുടെയൊക്കെ സ്റ്റോറി കേട്ടിട്ട് ഞാൻ ഇൻസ്പയർഡ് ആയി. എനിക്ക് അത്രയും അവരോട് ഒരു ബഹുമാനമൊക്കെ തോന്നിയ ഒരു നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു കോമണർ ആയിട്ട് അവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് വരും, എങ്ങനെയാണ് ഒരു കോമണർക്ക് അവിടെ ഒരു എൻട്രി കിട്ടുന്നത് എന്നുള്ളത്. രശ്മിന്റെ കാര്യത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത്? നമ്മള് ഇവരുടെ പ്രൊമോയില് ബിഗ് ബോസ് ഇതിന്റെ പരസ്യം ചെയ്യുന്ന സമയത്ത് തന്നെ കോമണേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവർക്ക് അയക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്കിത് അയച്ചെന്ന്. അപ്പൊ ഡോണ ഇതെങ്ങനെ അയച്ചെന്ന സമയത്ത് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തിട്ട് എന്റെ സെൽഫ് ഇൻട്രോ ആയിരുന്നു. അപ്പൊ സെൽഫ് ഇൻട്രോ ഞാൻ തനിയെ എടുത്ത് ക്യാമറ എടുത്ത് ഫോൺ എടുത്ത് സെൽഫ് ഇൻട്രോ കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തൊരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കോള് വന്നു. ആദ്യം നോർമൽ കോളിൽ കുറെ സംസാരിച്ചു. അതിനുശേഷം സൂം മീറ്റിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഏഷ്യാനെറ്റിന്റെ കുറച്ച് ആൾക്കാരായിട്ട് സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും അവർ കോൾ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം വീണ്ടും ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയില് ഏഷ്യാനെറ്റിന്റെ പാലാരിവട്ടത്ത് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇന്റർവ്യൂ ചെയ്തു. അതിനുശേഷം ഒരു 2-3 ആഴ്ച ഒക്കെ കഴിഞ്ഞപ്പോൾ കോള് വന്നു. ഇങ്ങനെ അതായത് ഞങ്ങളുടെ വീഡിയോ ഔട്ട് ചെയ്യുന്നതിന്റെ ഒരാഴ്ച മുന്നേ കോള് വന്നിട്ട് സെലക്ടഡ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. സൗഹൃദം തുടരട്ടെ, യാത്ര തുടരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ബ്രോ.